ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു മാറ്റം കേട്ടോ. ഇനി എന്നും ഈ സമയത്തായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അപ്പം രാവിലെ പച്ചക്കറിയൊക്കെ നമ്മൾ ഇന്നലെ വലിച്ച് കെട്ടിയതൊക്കെ നോക്കുകയാണ്. എല്ലാം നല്ല തളിർത്ത് നിൽപ്പുണ്ട്. അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഇതാക്കിയതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലും മതി. അത് മതി. അത് നല്ല ഫ്രഷായിട്ട് നിന്നോളും. പക്ഷേ രാവിലെയും വൈകിട്ടും എല്ലാം ഒരു ഇച്ചിരി വെള്ളം അതിൻ്റെ ചുവട്ടിലിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊന്നും ആകത്തില്ല, അത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോത്തേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയെന്ന് പറഞ്ഞാൽ മസാല ദോശ. മസാല ദോശ ഉണ്ടാക്കാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ മാവ് കുറച്ചേ ഉള്ളൂന്നേ. ഒരു 6 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ, അതിൽ കൂടുതൽ മാവില്ല. അപ്പം മസാല ദോശയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു മസാല ദോശ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ, ദോശയുടെ ലാസ്റ്റ് ദിവസമാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് നമ്മളിങ്ങനെ ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അതാകുമ്പോൾ അരി അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് രാവിലെ. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ വെളുപ്പിന് എണീറ്റ് ഓരോന്നും നമ്മൾ പുട്ടോ അങ്ങനെ ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പം കൊച്ചല്ലേ ഉള്ളൂ. ചിലപ്പം എനിക്കിനി രാവിലെ കാലിന് വല്ല വേദനയോ വല്ലതും ആണെങ്കിൽ അവളെ എണീക്കുന്നെങ്കിൽ കിടന്ന് പാടുപെടണ്ടല്ലോ, ദോശയാകുമ്പോൾ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ നിർത്തേണ്ടതാണ്. നമ്മളിവിടെ അരി അരച്ചാൽ 2 ദിവസത്തേക്കുണ്ട് ദോശയുടെ മാവ്. അപ്പം ഇന്നുകൊണ്ട് ദോശയുടെ പരിപാടി തീരുവാണ്. അപ്പം മസാല ദോശയ്ക്കുള്ള മസാലയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ആദ്യമേ കുക്കറിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം സവോള തീരെ കനം കുറഞ്ഞല്ല കേട്ടോ, ഇച്ചിരി വീതിയിലാണ് സവോള അരിയുന്നത്. പിന്നെ പച്ചമുളക്, ഇത്ര സവോളയും പച്ചമുളകും എണ്ണയ്ക്കകത്ത് കടുകിട്ടതിന് ശേഷം അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതൊരിച്ചിരി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതച്ച് ചേർക്കുക അല്ലെങ്കിൽ അരിഞ്ഞിടുകയോ ചെയ്താണ്ടല്ലോ ഇവരത് സെപ്പറേറ്റ് പെറുക്കി ദൂരെ കളയും. ഇത് പേസ്റ്റാക്കി ചേർക്കാമെങ്കിൽ ഇതുവരെ കഴിച്ചോളൂല്ലോ. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അത് ചേർത്ത് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പക്ഷേ അതിനകത്തോട്ടൊരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അങ്ങനെ ഇച്ചിരി വെജിറ്റബിൾ മസാലപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആ വഴറ്റുന്നതിനകത്തും കൂടെ ചേർത്ത് കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനകത്തിട്ട് തന്നെ കുക്കറിൽ തന്നെ വെച്ച് നല്ലൊന്ന് കുഴച്ചെടുത്ത വെച്ചാണ് ഈ സവോളയുടെ ഒക്കെ കൂടെ അതും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ച് നമ്മുടെ ദോശയുടെ മാവ് കോരി ഒഴിച്ച് അതിലേക്ക് മസാലയും കൂടെ ചേർത്ത് അങ്ങനെയാണ് ഈ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിയാറൊക്കെ ആയി. അപ്പോൾ ചേട്ടന് ഓട്ടോ ഉണ്ട്. ചേട്ടന് ഓട്ടോ അല്ല കേട്ടോ, ചേട്ടനും അച്ഛനും കൂടെ അച്ഛൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ. അപ്പോൾ ഞാനും കണ്ണനും തന്നെയുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കുന്ന ഈ കാപ്പിയൊക്കെ ഉള്ളൂ കേട്ടോ. ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് ഇനി ചോറൊന്നും വെക്കലില്ല. കാര്യം കണ്ണൻ ട്യൂഷന് പോയേക്കുവാണേ. രാവിലെ ഒരു ദോശ കഴിച്ചേച്ച് കണ്ണൻ അങ്ങ് പോയി. അത് സാധാ ദോശ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ വരുമ്പോഴത്തേക്കും ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഊണൊക്കെ കണക്കാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഇനി പ്രത്യേകിച്ച് എന്നതിനാ ചോറ് വെക്കുന്നതെന്ന് വിചാരിച്ച് ഞാനും ചോറങ്ങനെ ഒഴിക്കുന്നില്ല. അപ്പം ഇത് മതിയല്ലോ, പിന്നെ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ക്കും കൂടെ ആയിട്ട് കണ്ണൻ 12 മണിയാകും വരുമ്പോഴത്തേക്ക്. അന്നേരം മസാല ദോശ കഴിച്ചോളും. പിന്നെയും വൈകുന്നേരം വിശക്കുന്നതേ പറയത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വെറുതെ അങ്ങ് ഇരിക്കാമല്ലോ എന്നൊക്കെയുള്ള ഇതിൽ സ്വസ്ഥമായിട്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇനി കഴിക്കാനൊക്കെ എല്ലാവർക്കും തന്നെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാവിലെ കഴിക്കുന്നത്. ചേട്ടൻ കഴിച്ചേച്ച് അവർ പോകാനൊക്കെ റെഡിയാവുകയാണ്. അച്ചു പിന്നെ പതിവ് പോലെ തന്നെ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി പിന്നെ മീൻ വറക്കാനിരിപ്പുണ്ട്. അതുകൊണ്ട് അച്ഛൻ അതൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കഴിച്ചേച്ച് ഇനി പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കയറി എവിടെയെങ്കിലും എനിക്ക് കിടക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൻ വരുമ്പോഴത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് ഞാൻ കഴിച്ചോളും, എന്നെ ശല്യപ്പെടുത്തത്തൊന്നുമില്ല. പിന്നെ എല്ലാം ഒന്ന് എടുത്ത് അവിടെ അടുക്കളയിൽ ഇങ്ങനെ മൂടി വെച്ചാൽ മതി. അല്ലേ നമ്മൾ വിളമ്പി കൊടുക്കാനെന്നും പറഞ്ഞിട്ട് കിടന്ന് ബഹളം വെക്കും. അപ്പോൾ അവനുള്ളതെല്ലാം അവിടെ മൂടി വെച്ചിട്ടുണ്ടെന്ന് തന്നെ അത് കഴിച്ചേച്ച് പിന്നെ അവിടെ ടി വിയും കണ്ടുകൊണ്ടിരുന്നതിന് വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. അവന് ഞാൻ തന്നെയുള്ളെങ്കിൽ ഇവിടെ യാതൊരു ഒച്ചയും ബഹളവും ഒന്നുമില്ല കേട്ടോ. പുള്ളി ടി വി കണ്ടുകൊണ്ടിരിക്കും, ഞാനിവിടെ എവിടെയെങ്കിലും കിടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയുള്ള സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കൂടെ ഒന്നങ്ങ് ചെയ്തോളും കേട്ടോ, മടിയൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ എടുക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കുള്ള വീഡിയോസൊക്കെ എടുക്കത്തുള്ളൂ. അന്നേരം കണ്ണനെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം കണ്ണനെയും കൂടെ വിളിച്ച് ഒന്നിച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേച്ച് ബാക്കി വീഡിയോസൊക്കെ കാണണേ. ഞാനും കണ്ണനും തന്നെയുള്ളൂ ഇവിടെ കേട്ടോ. അച്ചും ബാബുച്ചനും ഒക്കെ അച്ഛൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയേക്കുന്നു.
അപ്പം കണ്ണനെ എനിക്കിവിടെ കൂട്ടായിട്ട് നിർത്തിച്ച് പോയതാണ്. അപ്പം ഞങ്ങൾ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാനും കുറച്ച് പണിയുണ്ട്. കണ്ണാ ഡാ അതുവഴി ഇറങ്ങിയോ നീ? വരുന്നുണ്ട്. അതുവഴി ഇറങ്ങിയോ? ഇതുവഴി വാ. ഉടുപ്പിട്ടില്ലേ? പുള്ളി ഉടുപ്പിട്ടില്ല, അതാണ് വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടി. ഉടുപ്പിട്ടില്ലേ ഭയങ്കര നാണമാണ് കേട്ടോ. എന്നാ ഇറങ്ങുമ്പോൾ നേടി ഈ ഡോർ അങ്ങ് അടയ്ക്കണേ. വെളിയിൽ നല്ല കാറ്റാ, നല്ല കാറ്റാ വെളിയിൽ. കാറ്റിങ്ങനെ വന്ന് പഴം എടുക്കാൻ പോയതാണോ? ഇല്ലടാ, ജൈവവളം കിട്ടിയില്ല. ഞാനിവിടെ കുറച്ച് വളമൊക്കെ വെച്ചിട്ടുണ്ട്. വെയിൽ എങ്ങോട്ട് ഫോൺ പിടിച്ചാലും വെയിലാണ്. വളം വെച്ചിട്ടുണ്ടായിരുന്നു നീ. ഇതെവിടെയാണ്? എൻ്റെ ഈ നിഴല്, കൈയുടെ നിഴല് കാണുന്നുണ്ട് ക്യാമറ. തറയിൽ ജൈവവളം വെച്ചിരുന്നായിരുന്നു അവിടെ. അത് എന്തെന്ന് കണ്ടില്ല. ഇനി അതൊന്ന് തപ്പി നോക്കണം, ഇവിടെ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ നോക്കണം. മാറ്റിയേച്ചേ ഇതിൽ നിന്ന് കുറേശ്ശെ എഴുത് എൻ്റെ ഈ ചെടിക്കെല്ലാം. ഇല്ല, മീനത് കയറുവാണെങ്കിൽ അന്നേരം. ഇത് ചൂടുണ്ടോ? ഒന്ന് തൊട്ട് നോക്കി വെള്ളത്തെ. ഇനി വെള്ളത്തിനകത്ത് ഇട്ടു. കുഴപ്പമുണ്ടോ? അത് മീനുണ്ട്, ഇതിനകത്തില്ല. ഇതല്ലേ ഇതിനകത്തിട്ട് അങ്ങ് ഒഴിച്ചേരെ. വലിയ ചൂടില്ല. മീനെ കിട്ടുന്നതേ ഈ മീൻ കിടക്കുന്ന ഈ വെള്ളം വളവാ. ചെടിക്കെല്ലാം ഒഴിക്കാമെങ്കിലേ. അങ്ങനെ ലോക്ക് ഇട്ട് ഇച്ചിരി കൂടെ കിടന്നിട്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇനി ബേസൻ വെച്ച് അതിനകത്തോട്ട് വെള്ളം പിടിക്കേ. ഇവിടെ രാവിലെ കുറച്ച് നേരത്തെ വെയിലേ ഉള്ളൂ, പിന്നെ ഇവിടോട്ട് വെയിലില്ല. അവിടെ ഭയങ്കര വെയില. നേത്തൊഴിക്കില്ല. മാവേലൊക്കെ പൂത്തിട്ടുണ്ട്. മാങ്ങ ഉണ്ടായെന്ന് പറയാം. നിറച്ചും പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം. കുറേ പൂ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ണിമാങ്ങ ആയി വരുന്നുണ്ട്. ഇത് കണ്ടോ, കണ്ണിമാങ്ങ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെങ്കിൽ മാങ്ങ കിട്ടിയെന്ന് പറയാം. മാമ്പ് കണ്ട് മക്കളെ കണ്ട് മൂയിക്കരുതെന്നല്ലേ പറയുന്നു. ചുമ്മാ എൻ്റെ കണ്ണനെ കണ്ട് ഞാൻ മോഹിക്കുന്നുണ്ട്. എൻ്റെ കണ്ണൻ പാവോ ഇല്ലേ? കണ്ണൻ മോനെ അല്ലേ? പാവം. എന്നാ ജോലി ചെയ്യാൻ പറഞ്ഞാലും ചെയ്തോളും കേട്ടോ. പിന്നെ സ്നേഹമില്ല, പിന്നെ ഞാൻ വേറെ കണ്ടതില്ല സ്നേഹം എല്ലാം കൊടുക്കുന്നത്. നിന്നോടാ അവള് പറയുന്നത്. എനിക്ക് നിന്നോടാ സ്നേഹം കൂടുതലെന്ന്. ശരിയാ, നിന്നോടാ സ്നേഹം കൂടുതൽ. സത്യം പുറത്തു വന്നടാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണൻ അതെല്ലാം ശരിയാക്കിയതിന് ശേഷം കാറൊക്കെ കഴിവട്ടെ. പാവം കൊച്ചിന് നല്ല ജോലിയാണ്. മോനെ, ഈ തൂക്കി ഇട്ടേക്കുന്ന ചെടിക്കകത്തും കൂടെ ഇച്ചിരി വെള്ളം ഒഴിക്കണേ. ഇത് ഈ ഓസ് വേണോ? ഇവിടെ ഇത് വേണോ? കൊണ്ടുപോക്കട്ടെ. മീൻ മുഴുവനും പോയി കേട്ടോ. ചത്തുപോയതാണോ ഇനി വല്ലതും വന്ന് എടുത്തുകൊണ്ട് പോയതാണോ ഒന്നും അറിയാൻ മേല. ആകെപ്പാടി ഇനി 5 എണ്ണം ഉണ്ട്. വൈകുന്നേരത്തേക്ക് കഞ്ഞി വെക്കാനായിട്ടാണ്. എപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വൈകുന്നേരം കഞ്ഞി പയർ വെക്കാനായിട്ടാണ്. ചെറുപയറല്ല കേട്ടോ, വൻപയർ. അപ്പം ഇത് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇട്ടത് ഞാൻ കുതിർത്തെടുത്തായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് ഇനി ഇത് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ എണ്ണയും ചേർക്കണമെങ്കിൽ ചേർക്കുള്ളൂ കേട്ടോ. ഒത്തിരി വെള്ളം വേണ്ട. കുതിർത്തേക്കുന്നുണ്ട്. മറ്റേ നമ്മൾ അല്ലാത്തപ്പോഴാണ് ഒരുപാട് വെള്ളം ചേർത്തെടുക്കേണ്ടത്. ഇത് കുതിർത്തേക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിലടിക്കുമ്പോഴത്തേക്ക് പയർ വേകും. പയറടുപ്പ് വെച്ചിട്ട് വേണം ഇനി അരി അടുപ്പിടാനുണ്ട്. ഇത് കുറച്ച് കഞ്ഞിക്ക് വേണ്ടി മാത്രം വെക്കുന്നത്. കുറച്ച് വെക്കുന്നത് വൈകിട്ടത്തേക്ക് കഞ്ഞിക്ക് വേണ്ടി മാത്രമായിട്ട്. ഇതിപ്പോൾ നിർമ്മലിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. നിർമ്മലിൻ്റെ ഉണ്ടല്ലോ, കഞ്ഞി കുടിക്കാൻ നല്ലതാണ്, പെട്ടെന്ന് വേഗുന്ന അരിയാണ്. അതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നിർമ്മലിൻ്റെ അരി. ഞങ്ങൾ സാധാരണ ശൂലത്തിൻ്റെയാണ് മേടിക്കുന്നത്. അത് നല്ല വേവാണ്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ശൂലത്തിൻ്റെ അരി മേടിച്ചാൽ
വേവ് കൂടുതലാന്ന് പറഞ്ഞാലും ഈ ഉണക്ക സമയത്തൊക്കെ ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ അരി അഴുക്കാകത്തില്ല. ഇത് നമ്മൾ നേരത്തെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ ചോറ് അഴുക്കാകും. പക്ഷേങ്കിൽ കഞ്ഞിക്ക് ഏറ്റവും നല്ലതാണ്, പെട്ടെന്ന് വേകുകയും ചെയ്യും. ഞാൻ ഒരു 4 പ്രാവശ്യത്തോളം അരി കഴുകും കേട്ടോ. ഇതിന് പിന്നെ നല്ലപോലെ വെള്ളം വെക്കും, കഞ്ഞി ആയതുകൊണ്ട്. അല്ലെങ്കിൽ വെള്ളമില്ലാതെ ചോറ് കിടക്കും. ഇത്രയും വെള്ളം എടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കും. ഇത് കണ്ടോ, ഇന്നും അവന് ഭയങ്കര വേദനയാണ് കാലിന്. ഭയങ്കര വേദനയാണോ മോനെ? നല്ല വേദനയല്ലേ? ഇത് കൊണ്ടുവന്നപ്പോൾ മുതൽ കണ്ണൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്. ഓരോ സാധനവും മാറ്റി മാറ്റി വെച്ച് എനിക്ക് വയ്യായിക്കാലും ബിജീസ് കിച്ചണിൽ ബിജി പറഞ്ഞായിരുന്നു ഇത് കുറേ കഴിയുമ്പം അവരിതുപോലെ മേടിച്ചിട്ട് ഇപ്പോൾ കട്ടിലിൻ്റെ മൂലയ്ക്ക് ഇട്ടേക്കുക, അടിയിലിട്ടേക്കുക എന്നാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും അങ്ങനെ വരികയില്ല കേട്ടോ. കണ്ണൻ എന്നും ഇതെടുത്ത് ഉപയോഗിക്കും. കണ്ടോ, ആരുപയോഗിച്ചില്ലെങ്കിലും ഇവൻ ഇവിടെ ഇതെന്നും എടുത്ത് വെച്ച് ഉപയോഗിക്കും. വേദനയ്ക്ക് വേദനയുടെ ഓയിൽമെൻറ്റും എല്ലാം പറ്റടാ. ഇനി ഇതെല്ലാം എടുത്തിട്ട് ചെയ്യേണ്ടത്. പപ്പടം കാച്ചാണ്ട് തുടങ്ങണം. അപ്പോൾ പപ്പടം കാച്ചി എണ്ണയ്ക്കകത്തോട്ട് തന്നെ പയറിനുള്ളതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ഞാൻ പപ്പടം കാച്ചി വെച്ച് പയറിനുള്ളത് എടുക്കാനായിട്ട്. പപ്പടം കാച്ചി എടുത്തു. ഇനി പയറിനുള്ള കടുക് വറുക്കാനായിട്ട്. പയറിന് കടുക് വറുക്കാനായിട്ട് കടുകിട്ടു. എന്നിട്ട് ഞാൻ ചതച്ചേക്കുന്നത് ഉണക്കമുളക്, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ചതച്ചതാണ്. കുരുമുളക് പൊടിയല്ല കേട്ടോ, ഞാൻ ചതയ്ക്കുമായിരുന്നു. കുരുമുളകായിട്ട് മേടിച്ചതായിരുന്നു, അത് ചതച്ചെടുക്കുമായിരുന്നു. ഇതിലേക്കൊരു ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഇത് എണ്ണയ്ക്കകത്ത് നല്ലപോലെ മൊരിച്ചെടുക്കും. ഇത് എവിടെ ഇരുന്ന് മൊരിയട്ടെ. ശകലം കൂടെ എണ്ണയും ചേർക്കുന്നത്. എണ്ണ ചേർക്കാൻ നമ്മളിതിങ്ങനെ എടുത്താണ്ടല്ലോ കരിഞ്ഞ് കിട്ടും. മൊരിഞ്ഞ് കിട്ടത്തില്ല, കരിഞ്ഞ് കിട്ടും. ഇത് മതി. ഇതൊക്കെ ഇടുന്ന് മുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2-3 കുറിച്ചി ഇരിപ്പുണ്ടായിരുന്നേ, 4 അതങ്ങെടുത്ത് വറുത്തേക്കാന്ന് വിചാരിച്ചു. സൈഡിലോട്ട് വെച്ച് വറക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എണ്ണ ഒഴിച്ചതാണ്, ഈ സൈഡിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ എണ്ണ ഉള്ളിടത്തോട്ട് വെച്ച് വറുത്തെടുക്കും. മുളക് നല്ലപോലെ മൂത്തു. ഇത് കണ്ടോ, ഇങ്ങനെ മൂത്താൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പയറും കൂടെ ചേർക്കണം. ഇവിടെ ഇവർക്ക് 2 പേർക്കും തേങ്ങ ചേർത്ത് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ. പക്ഷെ കഞ്ഞിയുടെ കൂടെ ഇതാട്ടോ ടേസ്റ്റ്. ഇങ്ങനെ പയറ് സെറ്റായി. ഉണക്കമീനും വറുത്തു. എനിക്കിവിടെ ഉണക്കമുളക്, ഇവർക്കാർക്കും ഉണക്കമുളക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉണക്കമുളകും കൂടെ വറുത്ത്. അതല്ലേ നിൻ്റെ നീ കഴിക്കാൻ കേട്ടോ. പോ
ഉച്ചയ്ക്കോട്ട് നീ ചോറുണ്ടല്ല ചോറിങ്ങെടുക്ക്, ആ പാത്രം ഇങ്ങെടുക്ക്. അത് കഞ്ഞി ഉളമ്പത് അതിനകത്താണോ? എടാ പൊട്ട, നിന്റെ മുന്നിൽ ഇരിക്കുന്നത് പിന്നെ എന്നെ പാത്രമല്ലേ? പൊട്ടണ കഞ്ഞി ഉളമ്പോ പാത്രമൊക്കെ ഇപ്പം പപ്പടം ഇരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചേക്കുന്നത് അതിനകത്തോട്ടാണ്. ഇതങ്ങോട്ട് നീക്കി വെക്കും. പയറെടുത്തേ, അയ്യോ തിരികണ്ടായിരുന്നു അതിൻ്റെ ഇടട്ടെ പയറ്. എരിവുണ്ട്, കൂട്ടി നോക്കിയിട്ട് കഴിക്കും. പിന്നെ എരിവ് വേണ്ടടാ പയറിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.